നമസ്കാരം ഗൈസ്, ട്രക്കേഴ്സ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മുടെ പഴയ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രക്കേഴ്സ് ലൈഫ് ആദ്യമായിട്ട് തുടങ്ങിയ വീഡിയോ ആണത്. അപ്പൊ നമുക്ക് ആ വീഡിയോ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ഈ ചാനലിൽ കാണാം. അപ്പം നമ്മുടെ പുതിയ ചാനലാണ്, ട്രക്കേഴ്സ് ലൈഫിന് വേണ്ടി മാത്രമുള്ള ചാനലാണ്. അപ്പോൾ എല്ലാവരും ട്രക്കേഴ്സ് ലൈഫും ട്രക്കിന്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ വീഡിയോ കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പക്ഷെ ഒരുവിധം നിങ്ങൾ എല്ലാവരും നേരത്തെ കണ്ടിട്ടുള്ള വീഡിയോ ആയിരിക്കാം. സ്റ്റിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മുമ്പോട്ടും പുതിയ വീഡിയോയിലോട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ട്രാക്കിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴയ വീഡിയോകൾ ഇതിൽ കൂടെ തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. തുടർന്ന് നമ്മുടെ നിലവിലുള്ള അപ്ഡേറ്റുകളൊക്കെ കണ്ടിന്യൂസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെല്ലാം കണ്ടല്ലോ. അതായത് നമ്മുടെ പുറകെ കിടക്കുന്ന ഈ വണ്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ കാനഡയിൽ ഒരുപാട് മലയാളികൾ ഇപ്പം ഈ ഫീൽഡിലേക്ക്, ട്രക്ക് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇത്. കാര്യം പഞ്ചാബികളുടെ മാത്രം കുത്തകയായിരുന്നൊരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ മലയാളികൾ ഒരുപാട് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ലൈസൻസിങ് കിട്ടുന്നതും, എങ്ങനെയാണ് ഇത് ഒരു ദിവസം, അതായത് ഒരു കനേഡിയൻ ട്രക്ക് ഡ്രൈവറിൻ്റെ ഒരു ദിവസം, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്, കം ഓൺ. ഇതിപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷനാണ് ചെയ്യുന്നത്. അതായത് വണ്ടിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ബിഫോർ റോഡിന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം നല്ല വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. ടയറിലൊക്കെ കാറ്റുണ്ടോ എന്നും, ബ്രേക്കെല്ലാം വർക്കിംഗ് ആണോ, ലൈറ്റെല്ലാം വർക്കിംഗ് ആണോ എന്നെല്ലാം ചെക്ക് ചെയ്യണം. ഇത് കമ്പൾസറി ആയിട്ടും ചെയ്യണം. ഇതിന് പറയുന്നതാണ് പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മിനിമം 15 മിനിറ്റ് ഓൺ ഡ്യൂട്ടി കാണിച്ച് അത് നമ്മൾ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് അസൈൻ ചെയ്തേക്കുന്ന നമുക്ക് കൊണ്ടുപോകേണ്ട ട്രെയിലർ ഹുക്ക് ചെയ്തിട്ട് ട്രെയിലറും അതുപോലെ തന്നെ ട്രെയിലറും നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഗ്ലാഡ് ഹാൻഡ്സ്. അതായത് ട്രക്കിൽ നിന്നും ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈയും അതുപോലെ തന്നെ പവറും ഒക്കെ ഇത് ത്രൂ ആണ് നമ്മൾ കണക്ട് ചെയ്ത് വിടുന്നത്. എന്നാൽ ട്രക്കിലേക്ക് എയർ വരുന്നത് മുഖേന ആ ട്രെയിലറിലേക്ക് ബ്രേക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്ലാഡ് ഹാൻഡ്സ് എപ്പോഴും പെർഫെക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ടൊന്നും നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ കൂടെ ലെയർ ലീക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി റോഡിലേക്ക് ഇറക്കാവുള്ളൂ. ഇതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ ഇൻസ്പെക്ഷനാണ്. ട്രെയിലറിൽ ആദ്യം നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ടയറിലൊക്കെ പ്രഷർ ഉണ്ടോ എന്ന് നോക്കണം. അണ്ടർഗ്രൗണ്ടിൽ ട്രെയിലറിൻ്റെ അടിയിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ബാക്കിലെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ലൈറ്റെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പം ട്രെയിലറും ഏകദേശം ഒരു കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നുമില്ല എന്നെല്ലാം മേക്ക് ഷുവർ ചെയ്തിട്ടാണ് നമ്മളിനിയിപ്പം പുറപ്പെടാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ELD ഒരു ടാബ് കണക്കാണ്. ഇത് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ട്രക്കിംഗ് ഫീൽഡ് മൊത്തം വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഇപ്പം 7 hours 44 minutes ആണ് നമുക്ക് ആകെ ഉള്ളത് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ ഇത് ഇപ്പം സമ്മറിൽ പോയി കഴിഞ്ഞാൽ 8 hours റെസ്റ്റ് ബ്രേക്കിനകത്ത് 7 hours 44 minutes ഉണ്ട്. അതായത് ഞാൻ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 16 മിനിറ്റ് ആയതുകൊണ്ടാണ്, അത് ഓൺ ഡ്യൂട്ടിയിലാണ്. ഇപ്പോൾ അതിനുശേഷം 11 hours ഓഫ് ഡ്രൈവിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് 11 hours കണ്ടിന്യൂസ് ഉണ്ട്. അതിനുശേഷം 14 hours ഓഫ് ഓൺ ഡ്യൂട്ടി ആണ്. അതായത് ഒരു ദിവസത്തിൽ നമുക്ക് 14 മണിക്കൂറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 14 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ ടോട്ടലായിട്ട് നമുക്ക് തരുന്നതാണ്. അതിനകത്ത് 3 മണിക്കൂർ ഓഫ് ഡ്യൂട്ടി, ഓൺ ഡ്യൂട്ടി, അതിനകത്ത് ഇൻക്ലൂഡിങ് നമ്മുടെ ബ്രേക്കും ഈ പറഞ്ഞ പ്രീ ട്രിപ്പും ബോർഡർ കോച്ചിങ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഈ 3 മണിക്കൂറിൽ ചിലപ്പോൾ നമ്മുടെ ഡെലിവറിയും പിക്കപ്പും എല്ലാം ഈ 3 മണിക്കൂറിനുള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ ടോട്ടൽ അവേഴ്സ് 14 മണിക്കൂറാണ് നമുക്കുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് കാണിച്ചിരിക്കുന്നത് 17 hours ഓഫ് ഓൺ ഡ്യൂട്ടി ആണ്. അപ്പോൾ 17 hours ഓൺ ഡ്യൂട്ടി ഉദ്ദേശിക്കുന്ന ഒരാഴ്ചത്തേക്കാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇൻക്ലൂഡിങ് ഓൺ ഡ്യൂട്ടിയും ഡ്രൈവിംഗ് ഉൾപ്പെടെ 70 മണിക്കൂറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ 70 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 36 മണിക്കൂർ റീസെറ്റ് എടുത്താൽ മാത്രമേ വീണ്ടും ഇതിനൊക്കെ ഫുള്ളായിട്ട് വരികയുള്ളൂ. ഇപ്പം നമ്മൾ ഈ ലോഗി കണ്ടില്ല, അതെന്ന് പറഞ്ഞാൽ പഴയ റൂളാണ്. പഴയ റൂളെന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനൊക്കെ ടൈം ഒന്നും കട്ടാത്തില്ല. അപ്പോൾ ഇത് 2 വർഷങ്ങൾക്ക് മുമ്പ് റെക്കോർഡ് ചെയ്തതായതുകൊണ്ട് ആ റൂൾസിനകത്ത് നിന്ന് ചെറിയൊരു സ്ലൈറ്റ്ലി ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അത് പോകെ നമ്മുടെ കറണ്ട് അപ്ഡേറ്റുകൾ വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് വീഡിയോയിൽ കണ്ടുപോകുന്നു. നമ്മുടെ പുതിയ അപ്ഡേറ്റുകൾ തുടർന്നും വരുന്നതായിരിക്കും. എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്
വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വണ്ടി മൂവ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ ഈ ലോഗ് നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ക്യാച്ച് ചെയ്യും. ഇപ്പം ഞാൻ പ്രീ ട്രിപ്പ് ചെയ്ത് ഓൺ ഡ്യൂട്ടിയിൽ കിടക്കുകയാണ്. ഓൺ ഡ്യൂട്ടിയിൽ മിനിമം 15 മിനിറ്റാണ് എൻ്റെ പ്രീ ട്രിപ്പ് ടൈം. 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങും. വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഓട്ടോമാറ്റിക് ചെയ്ത് വൺസ് നമ്മുടെ വീൽ റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് മോഡിലേക്ക് പോകും. അപ്പോൾ ഇത് നമുക്ക് 11 അവേഴ്സാണ് ഡ്രൈവ് ചെയ്യാനുള്ളത്. 11 അവേഴ്സിൽ കൂടുതൽ ഡ്രൈവ് കഴിഞ്ഞാൽ വയലേഷൻ ആകും. നമ്മൾ ഏതെങ്കിലും ഇൻസ്പെക്ടേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ഹിസ്റ്ററി മൊത്തം ഒരു ഡിജിറ്റലൈസേഷൻ കീപ്പ് ചെയ്തേക്കാണ്. ഇത് നമ്മൾ പോകുന്ന റോഡിലെല്ലാം സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ്, അതായത് നമ്മുടെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. DOT ഇൻസ്പെക്ടേഴ്സ്, MOT ഇൻസ്പെക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. നമ്മൾ വയലേഷൻ ഒന്നും ഇല്ലാതെ ഓടുകയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ പേപ്പർ ലോഗാണ് യൂസ് ചെയ്തിട്ടുണ്ട്. പേപ്പറിനകത്താണ് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് കമ്പൽസറി ആയിട്ട് ഡിജിറ്റലൈസേഷൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു വിധത്തിലുള്ള വയലേഷൻസും കാണിക്കാൻ പറ്റില്ല. കറക്റ്റ് ടൈം അവർ തരുന്ന ടൈമിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അവർ ആ ടൈം തീരുമ്പോഴത്തേന് അത് കട്ട് ചെയ്യും, സമയം തീരും, മൈനസിൽ വരും. നമ്മൾ അതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും ഒതുക്കി സ്ലീപ്പ് ഇടുക. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഓടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ലൈനർ കാസ്കാഡിയാണ്. 2020 മോഡൽ വണ്ടിയാണത്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഉൾഭാഗമെല്ലാം ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കിടപ്പറ, അതായത് നമ്മുടെ ബെഡ്. ഇതാണ് വണ്ടിക്ക് തൊട്ട് ബാക്കിൽ തന്നെ. അപ്പോൾ ഇത് സീറ്റിൻ്റെ പുറകിലോട്ട് തന്നെ അതിൻ്റെ കുറച്ച് സ്പേസും ബെഡുമായിട്ട്. അപ്പോൾ ബെഡിൽ ഞാനിപ്പം 2 പുതപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബെഡിൻ്റെ മുകളിലും വേറൊരു ബെഡുണ്ട്. ലൈക്ക് അപ്പം 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരാൾക്ക് കിടന്നുറങ്ങാം. അപ്പോൾ മുകളിലേക്കുള്ള ആൾക്ക് കയറാനുള്ള ഏണിയാണ് ഇരിക്കുന്നത്. ഈ ഏണി നമുക്ക് നൂർത്തിയെടുക്കാൻ പറ്റും. കാണിച്ചു തരാം. ഏണി ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ ഏണി കൂടെ നമുക്ക് സുഖമായിട്ട് മേളിലോട്ട് കയറാം. പോരാത്ത തന്നെ ഈ ബെഡ് നമുക്ക് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ചരിച്ച് വെക്കാനും പറ്റും. അതുപോലെ ബെഡിൻ്റെ സൈഡിലെ നെറ്റ് പോലെ കാണുന്നതാണ് എന്താ പറയുക, നമ്മുടെ സീറ്റ് ബെൽറ്റ് എന്ന് പറയാം, അതായത് ബെഡ് ബെൽറ്റ് എന്ന് പറയാം. വണ്ടി റണ്ണിങ്ങിൽ ആൾ കിടന്നുറങ്ങുകയാണെങ്കിലും നമുക്ക് സേഫ്റ്റി ആയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയാണ് ഈ സാധനമൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ബെഡിനോട് ചേർന്ന് തന്നെ ഈ കാണുന്നത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പം അത്യാവശ്യം ഒരാഴ്ചത്തേനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നാലും നമുക്ക് ഈ ഫ്രിഡ്ജിൽ സേഫായിട്ടിരിക്കും. ഇത് വണ്ടിക്ക് ഇൻബിൽറ്റ് ആണ് ഫ്രിഡ്ജ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് ചൂടാക്കി കഴിക്കാനായിട്ട് മൈക്രോ ഓവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റോറേജ് ആണ്. ഇതിൽ അത്യാവശ്യം കച്ചട സാധനങ്ങളാണ്, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും അതേ കണക്ക് സ്റ്റോറേജ് ഉണ്ട്. പക്ഷെ അവിടെ ഞാൻ എൻ്റെ പ്രിൻ്റർ വെച്ചേക്കാണ്. നമുക്ക് ബോർഡർ ക്ലോസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് പേപ്പർ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി പ്രിൻ്റർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ സ്റ്റോറേജാണ്. ഇത് ആക്ച്വലി കോട്ട് തൂക്കിയിടാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ബാഗും ഫയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടിയിലൊരു ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ സ്പൂണ്, പ്ലേറ്റ്, തേയിലപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാം. അതിനായിട്ടുള്ള ചെറിയൊരു സ്റ്റോറേജാണ്. നമുക്ക് ഇതിൻ്റെ അടിയിലും ഇതിങ്ങനെയല്ല, ഇങ്ങനെ ഞെക്കിയിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ട്. ഇതുവരെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് തുറക്കാൻ പറ്റുന്നൊരു സ്റ്റോറേജാണ്. വെളിയിൽ നിന്ന് തുറന്ന സാധനങ്ങളൊക്കെ എടുക്കാം. അതും വെളിയിൽ നിന്ന് തുറന്ന് വെക്കാം. ഇത് മാത്രം നമുക്ക് സെൻറ്റർ ബെഡ് പൊക്കിയാൽ മാത്രമേ ഉള്ളൂ ഈ സ്റ്റോറേജ്. പിന്നെ വെളിയിലേക്ക് 2 വിൻഡോ ഉണ്ട്. അതുകൂടെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ്. ഇത് തുറന്നിട്ട് വേണം തുറന്നിടാം. അത്യാവശ്യം കാറ്റ് കൊള്ളാൻ വേണ്ടി. ഇപ്പുറ സൈഡിലും ഉണ്ട് വിൻഡോ. അതിന് വെട്ടം കയറാതിരിക്കാൻ വേണ്ടി ബ്ലാക്ക് വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സെറ്റപ്പ് വീട് കണക്ക് തന്നെ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് കിടക്കുമ്പോൾ തന്നെ എല്ലാ കൺട്രോളും ഇവിടെ തന്നെ ഉണ്ട്. AC-യുടെയും ഹീറ്ററിൻ്റെയും ലൈറ്റിൻ്റെയും എല്ലാ കൺട്രോളും നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ലാമ്പ് കണക്കത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് വണ്ടി ഓഫ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റർ സിസ്റ്റമാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത് 401 ഹൈവേയിലേക്കാണ്. അപ്പൊ ചിലര് 401 എന്ന് പറയും, 401 എന്ന് പറയും. എന്തായാലും 401 ആണ്. അപ്പൊ നമുക്ക് 401 എന്ന് പറയാം. അപ്പൊ 401 ഹൈവേയിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറിയിരിക്കുന്നത്. ഇപ്പൊ ഈ 401 ഹൈവേ നേരെ ചെന്ന് എത്തുന്നത് നമ്മുടെ ഡിട്രോയിറ്റ് ബോർഡറിലാണ്. അതായത് മിഷിഗണിലെ ഡിട്രോയിറ്റ് എന്ന് പറയുന്ന സിറ്റിയില് US-ലേക്ക് കയറാനുള്ള ബോർഡറിന്റെ അടുത്ത് വരെ ചെല്ലും. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഈ 401 ഹൈവേ അവിടെ നിന്ന് തുടങ്ങി നേരെ പിന്നെ ഈസ്റ്റിലോട്ട് ഇവിടം വരെ നമ്മുടെ കാനഡയിൽ തന്നെ ഒണ്ടാരിയോ കഴിഞ്ഞ അടുത്ത പ്രൊവിൻസായ ക്യൂബക്കിന്റെ ബോർഡർ വരെ 401 ഉണ്ട്. അപ്പൊ ഇത്ര ഒണ്ടാരിയോയിലെ ഏറ്റവും വലിയ ഹൈവേ ആണിത്. ഇപ്പം കിങ് ഓഫ് ഹൈവേ എന്നോ ഹീറോ ഹൈവേ എന്നോ അങ്ങനെ കണ്ട ഈ 401 പറയുന്നത്. എനിവേ എന്തായാലും ഇപ്പൊ നമ്മൾ 401 ഹൈവേയിലാണ്. നമ്മളിപ്പോ ബോർഡറിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ US ബോർഡറിലേക്കാണ് ചെല്ലുന്നത്.
ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിലൊരു സ്കെയിൽ വരുന്നുണ്ട്. സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രക്കിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ സ്റ്റേഷനാണ്. അപ്പം നമ്മൾ സ്കെയിൽ എത്തുന്നതിന് ഏകദേശം ഒരു 1/4 കിലോമീറ്റർ മുമ്പ് തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാകും, ട്രക്ക് എൻ്റർ ഇൻസ്പെക്ഷൻ സ്റ്റേഷൻ വെൻ ലൈറ്റ് ഫ്ലാഷിംഗ്. ഇത് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ? അപ്പോൾ ആ ലൈറ്റ് ഫ്ലാഷ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആ സ്കെയിലിൽ കയറണം. ഇപ്പോൾ ലൈറ്റ് ഫ്ലാഷ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നേരെ പോകാം. നമുക്ക് കാണാം ഓൾറെഡി ചിലപ്പോൾ ട്രക്ക് അതിനകത്ത് ഉണ്ടായിരിക്കാം, നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നില്ല റൈറ്റ് സൈഡിൽ ഇപ്പം അത് നേരത്തെ ലൈറ്റ് ഫ്ലാഷ് ചെയ്തപ്പോൾ കയറി കിടക്കുന്ന ട്രക്കുകളാണ്. അവരിപ്പോൾ അവിടെ ഈ നമ്മൾ കൊണ്ടുപോകുന്ന വണ്ടിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 80,000 LBക്ക് മേളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ വെയിറ്റ് ചെക്ക് ചെയ്യും. വെയിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുള്ളി ഫൈൻ അടിക്കും, അങ്ങനെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ നമ്മുടെ വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും, വണ്ടി എല്ലാം പെർഫെക്റ്റ് ആണോ, നമ്മൾ രാവിലെ ചെയ്ത പ്രീ ട്രിപ്പും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ അവരും ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരും ചെക്ക് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇതേ കണക്ക് ഈ 401 ഹൈവേയിൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ടൊറൻറ്റോയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മിൽട്ടണിലൊരെണ്ണം, ലണ്ടനിലൊരു സ്കെയിൽ, അങ്ങനെ ഓരോ ഡിസ്റ്റൻസിലും ഓരോ സ്കെയിലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കള്ളത്തനങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത്. ഇടയ്ക്ക് അവർ ചെക്ക് ചെയ്ത് തരണം. നമ്മുടെ വണ്ടി നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോകണം. ഇപ്പോൾ നമ്മൾ സ്കെയിൽ കഴിഞ്ഞു, നമ്മളിപ്പോൾ നേരെ പോവുകയാണ്. അതുകൂടാതെ മെയിനായിട്ടൊരു കാര്യമാണ് നമ്മുടെ ഈ ലോഗ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം ഈ ലോഗും ഇവർ ഇടയ്ക്ക് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോഗ് വയലേഷൻ ഒന്നും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു ഓൺ റൂട്ടിലെത്തി. അതായത് വരുന്ന വഴിക്ക് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഓടാറില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇടയ്ക്ക് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തി ഒന്ന് ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഒരുപാട് പേരുണ്ട്. ഇപ്പം ട്രക്കിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് പാർക്കിങ്, എല്ലായിടും ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തുനിന്ന് പോവുക, വാഷ്റൂമിൽ പോവുക, കോഫി വാങ്ങിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും 10-15 മിനിറ്റ് ആഹാരം കഴിക്കാം. ഇത് ഓൺ റൂട്ട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ 401 ഹൈവേയിലുള്ള ഒരു ഓൺ റൂട്ടാണ്. ഇപ്പോൾ ഓൺ റൂട്ടിനകത്ത് പോയി വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാം. 10-15 മിനിറ്റ് ജസ്റ്റ് ഒരു നടത്തവും ബ്രേക്കും ഒക്കെ ആയിട്ട്. ബോർഡറിലേക്ക് ആൾമോസ്റ്റ് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് ലൈൻ തുടങ്ങി. ഈ വഴി ട്രക്ക് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ബോർഡ് കണ്ടോ, ബ്രിഡ്ജ് ടു USA ട്രക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ അപ്പുറത്തൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് കാറുകൾ കയറി വരുന്നത്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാം കാറുകൾ ഉണ്ടെങ്കിൽ അവരും കയറി വരുന്നത് എങ്ങനെയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ട്രക്കുകൾ കിടക്കുന്നുണ്ട്. ഇതിപ്പം കാനഡയിലോട്ട് കയറാനുള്ള ബോർഡറാണ്. കാനഡയിലോട്ട് കയറാനുള്ള വണ്ടികളാണ് നിരനിരയായിട്ട് കിടക്കുകയാണ് അവിടെ. നമ്മൾ അതിൻ്റെ റൈറ്റ് ലൈനിൽ കൂടെ മെപ്പോട്ട് പോകണം. അപ്പോൾ അവിടെയും ചെല്ലുമ്പോഴും ഇതിനൊക്കെ ആയിരിക്കും നിരനിരയായിട്ട് കാണാം കുറച്ച് പേരെ. അപ്പം നമ്മൾ പാലം കയറി തുടങ്ങി. നല്ല തിരക്കാണ്. ഇപ്പോൾ ഈ ലൈനൊക്കെ വീതിയൊന്നും കാണില്ല, ചെറിയ ലൈനാണ്. എപ്പോഴും ഈ പാലത്തിൽ പണിയായിരിക്കും. ഒരു കാലത്തും പണി തീരാത്ത പാലമാണ്. കാണുന്ന ഡിട്രോയിറ്റ് സിറ്റിയാണ് കാണുന്നത് മൊത്തം. ഇപ്പൊ നമ്മള് ഇപ്പൊ US കയറി. ഇനി ബോർഡറിലെ ചെറിയ പേപ്പർ വർക്കും കാര്യങ്ങളും, പേപ്പർ കൊടുക്കുക, അത് ക്ലെയിം ചെയ്യുക, നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ. അത് കഴിയുമ്പോഴത്തേനും ഒഫീഷ്യലി US എൻ്റർ ചെയ്യാവും. ഈ കാണുന്ന കൗണ്ടറുകളെല്ലാം കാറുകൾക്കുള്ള കൗണ്ടറുകളാണ്. ആ ചോപ്പും പച്ചയായിട്ടൊക്കെ കിട്ടുന്നത്. നമ്മൾ അതിന്റെ റൈറ്റ് ലൈനിൽ കൂടെ U-turn അടിച്ച് പോകണം. നമ്മൾ ഏകദേശം നമ്മുടെ ബോർഡർ എത്തി. ഇനിയിപ്പോൾ കൗണ്ടറാണ്. അതുകൊണ്ട് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 20ഓളം കൗണ്ടറുണ്ട് ഇവിടെ. ഇപ്പോൾ വളരെ തിരക്ക് കുറവാണ്. സാധാരണഗതിയിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ല തിരക്ക് കുറവാണ്. അപ്പം അവിടെയുള്ള ഏതെങ്കിലും ലൈനിൽ തിരക്ക് കുറഞ്ഞൊരു ലൈൻ നോക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ടിൽ ചെന്ന് പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്ത് വേണം എൻട്രി കിട്ടാനായിട്ട്. അപ്പം നമ്മളിപ്പം ഇത് നേരെ കൗണ്ടറിൽ ചെന്ന് കഴിയുമ്പം കൗണ്ടറിലിരിക്കുന്ന ഓഫീസർ നമ്മളോട് എവിടെ പോകുന്നു, എന്താണ് ലോഡ്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ചോദ്യത്തിനെല്ലാം നമ്മൾ പെർഫെക്റ്റായിട്ട് ആൻസർ പറയും. സപ്പോസ് എന്തെങ്കിലും കാര്യത്തിൽ അവർക്കൊരു ഡൗട്ടോ ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മൾ ആദ്യം എക്സ്റേക്കും വിടും, പിന്നെ ഡോക്കിലും വിടും. ഇപ്പോൾ എക്സ്റേ എന്ന് പറയുന്നത് ഒരു വെയർഹൗസ് കണക്കത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ വണ്ടി അകത്തേറ്റ് പാർക്ക് ചെയ്ത് 2 സൈഡും അടയ്ക്കും. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഡ്രൈവർമാർക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നിൽക്കുക. ഒരു മെഷീൻ വെച്ച് ഒരു വണ്ടി ഫുൾ
ഫുള്ള് എക്സ്റേ എടുക്കും. എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടും ഇവർക്ക് ഡൗട്ട് തീർന്നില്ലെങ്കിൽ നേരെ നമ്മളെ കൗണ്ടറിൽ, അതായത് ഡോക്കിൽ വിടും. ഡോക്കിൽ നമ്മൾ ഈ ട്രെയിലറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ബാക്കപ്പ് അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ വന്ന് കംപ്ലീറ്റ് സാധനം പുറത്തിറക്കി ചെക്ക് ചെയ്ത് ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും തിരിച്ച് ലോഡ് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ, ഏറ്റവും റൈറ്റ് സൈഡിൽ കൂടെ പോകുന്ന ഒരു ട്രെയിലർ ഉണ്ട്. അത് അപ്പുറത്തൂടെ, അത് ഡിവൈഡറിൻ്റെ അപ്പുറത്തൂടെ നമുക്ക് കാണാം. അപ്പം ഈ ചെക്കിങ് കഴിഞ്ഞ്, അതായത് എക്സ്റേക്കോ ഡോക്കിലോ ഒക്കെ പോയിട്ട് പോകുന്ന വണ്ടിയാണ് ആ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിൽ ചെന്ന് നമ്മൾ അവസാനം എൻട്രി പാസ് വാങ്ങിക്കുകയാണ്. അതായത് എൻട്രി അവിടെ നിന്ന് നമ്മുടെ എ സിയിൽ അടിച്ച് വാങ്ങിക്കുകയും വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെ പോകുന്ന വണ്ടിയാണ് ആ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ചാൻസാണ്. നമ്മളിപ്പോൾ കൗണ്ടർ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന എയ്സും ബിൽ ഓഫ് ലോഡിങ്ങും പാസ്പോർട്ടും കൂടെ കൊടുക്കണം. എയ്സ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റംസിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ലോഡ് ക്ലിയർ ചെയ്ത് കമ്പനി നമുക്ക് തരുന്നൊരു പേപ്പറാണ് എയ്സ്. അതിനകത്ത് ലോഡ് ഡീറ്റെയിൽസും ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസും വണ്ടി ഡീറ്റെയിൽസും എല്ലാം ഉണ്ടായിരിക്കും. അപ്പം കൗണ്ടറിൽ ചെല്ലുമ്പോൾ യൂഷ്വലി അവർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമ്മൾ എവിടെയാണ് പോകുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, വണ്ടിയിൽ എന്താണ്, ഇത് സീൽഡ് ആണോ, ആര് സീൽ ചെയ്തു, അത് യാഡിയിൽ നിന്ന് എടുത്തതാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ പെർഫെക്റ്റായിട്ട് ആൻസർ പറയുക. നമ്മൾ ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ നമ്മുടെ സംഭവിച്ചിരിക്കുന്ന കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് പറയുക. വേറെ ഒരു വിഷയം ബോർഡറിലില്ല, നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഫുഡും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ US എല്ലാ ഫ്രൂട്ട്സും അലൗഡല്ല. എസ്പെഷ്യലി ഓറഞ്ച് ഒരു കയറ്റത്തില്ല. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ എന്തുണ്ടായാലും നമ്മൾ അവർ ചോദിക്കുകയാണെങ്കിൽ ക്ലെയിം ചെയ്യുക. ലൈക്ക് ഇന്ന സാധനങ്ങളുണ്ടെന്ന് തുറന്ന് പറയുക, നമ്മളൊന്നും മറച്ച് വയ്ക്കാതിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത് US കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റോളം എടുത്ത് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നേരെ നമ്മളിനിപ്പോൾ ഡെലിവറി ലൊക്കേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രക്കേഴ്സ് ലൈഫിൻ്റെ കംപ്ലീറ്റ് ആകുകയാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഡെലിവറിയും പിക്കപ്പും ലൈസൻസിങ്ങിനെയും കുറിച്ചുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.